TV രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ലാൽ ജോസ് സാർ, ഗൗരി കൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നമ്മുടെ കൂടെ. ഹലോ. ആക്ടറായിട്ടാണ് താങ്കൾ ഈ സിനിമയുടെ ഭാഗമായത്. എന്താണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു ഇന്ത്യയിൽ എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ഒരു കഥയാണ്. സുബീഷ് സുധി എന്ന് പറയുന്ന ആക്ടർ, പുള്ളി ആയിട്ടൊരു 17 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക്. എൻ്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അപ്പം സുബീഷ് ഒരു പ്രധാന റോളിൽ അഭിനയിക്കുന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് അതിൻ്റെ കഥ അദ്ദേഹവും നിസാം റാവുത്തർ എന്ന് പറഞ്ഞ ഇതിൻ്റെ റൈറ്ററും ചേർന്നിട്ടാണ് ഒന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കഥയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയാനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കഥ കേട്ടു. കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ സുബീഷ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രദീപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. കഥയും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു, എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു. നല്ല കഥയാണ്, മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ എന്നോട് കഥ പറഞ്ഞതിൻ്റെ കാരണം പറഞ്ഞത്. അതിൽ ദാസൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, അത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, സുബീഷ് എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട് അയാളുടെ ആദ്യത്തെ ഒരു പ്രധാന വേഷം ചെയ്യുന്ന സിനിമയിൽ ഒരു പാർട്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യേണ്ട റോളാണ്, വലിയ റോളാണ്. അപ്പോൾ അത്തരമൊരു റിസ്ക് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വല്ല ചെറിയ ഒരു സീനൊക്കെ വരണ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, ഇതൊരു നല്ല ആളെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. പക്ഷെ നിസാം റാവുത്തറാണ് വാശി പിടിച്ചത്. ശരിക്കും ഇത് ഞാൻ ചെയ്താൽ മതി, എൻ്റെ ലുക്സ് കറക്റ്റാണ്, എൻ്റെ ഇമേജ് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്യാൻ തീരുമാനം എടുക്കുന്നത്. ഹർജി ദാസൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുന്ന ഒരാളാണ്. റാവുത്തർ ആദ്യം കഥ പറഞ്ഞപ്പോൾ ആ ക്യാരക്ടറിൽ ഒരുപാട് രസങ്ങളുണ്ടായിരുന്നു. ഈ എല്ലാ കേസ് കഴിയുമ്പോഴും ഇയാൾക്ക് അടി കിട്ടാറുണ്ട് ഏതെങ്കിലും. ഇങ്ങനെ ഓരോ തവണ ബസ് നാട്ടിൽ കവലയിൽ വന്നിറങ്ങുമ്പോഴും ഒരു ബാൻഡേജ് തന്നെങ്കിൽ തലയിലായിരിക്കും, അല്ലെങ്കിൽ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കൈ സ്ലിങ്ങിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് അവർ ഈ കഥയുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിലുള്ള ചില ഈ കണ്ടിന്യൂറ്റി പ്രാക്ടിക്കാലിറ്റീസൊക്കെ നോക്കിയിട്ട് അവരത് ഒഴിവാക്കി. പക്ഷെ ആ ക്യാരക്ടറിനൊരു ഭയങ്കര റിലവൻസ് ഉണ്ട്. ഞാൻ അത്ര ആൾക്കാരെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ തൃശ്ശൂർ ഒരു നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. നവാബ് രാജേന്ദ്രൻ്റെ ഒരു കുറച്ചും കൂടിയും സിവിലൈസ്ഡ് രൂപമാണ് ദാസൻ്റെ, ഹർജിദാസൻ്റെ. ഇയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇത്തരം ഹർജികൾ സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേസുകൾ കൊടുക്കുന്ന ഒരാളാണ്. ഈ കഥയിലെ ഒരു പ്രധാന ഘട്ടത്തിൽ ഈ പ്രധാന കഥാപാത്രമായ പ്രദീപനും കുടുംബവും ഒരു അനീതി നേരിടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കേസ് ഫയൽ ചെയ്യുന്നത് ഇയാളാണ്. അപ്പം അതാണ് ഇയാളുടെ ഒരു റിലവൻസ്. ഈ കഥ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്ന ഒരു പാൻ ഇന്ത്യൻ കഥയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇവിടെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലുള്ള ഈ സുബീഷിനെ പോലെ ഒരു മെയിൻ റോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിനൊക്കെ താല്പര്യം തോന്നുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇതിന് റീമേക്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സുബീഷ് നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം നല്ല ആക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഷെല്ലിയാണ് സുബീഷിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. ഗൗരി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശാ വർക്കറായിട്ട് ഒരു പ്രധാന കഥാപാത്രം ഗൗരി ചെയ്യുന്നുണ്ട്. വിനീത് വാസുദേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂവനൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അദ്ദേഹം സൂപ്പർ ശരണ്യയിലൊക്കെ വലിയ റോൾ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഇതിലൊരു പ്രധാന ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ അജു വർഗീസ്, നമ്മുടെ ജാഫർ ഇടുക്കി, അങ്ങനെ കുറേ പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സ് വേറെയും ഈ സിനിമയിലുണ്ട്. ദർശന, എൻ്റെ സോളമൻ്റെ തേനീച്ചകളിൽ അഭിനയിച്ച ദർശന ഇതിലുണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടറിൽ. വിജയ് ബാബു ഒരു അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ജോയ് മാത്യു ജഡ്ജായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിലുണ്ട്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഒരു വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ആക്ഷേപഹാസ്യം ഉള്ള ആ രീതിയിലുള്ളൊരു അപ്രോച്ചുള്ള സിനിമയാണ്. ചിരിയുണ്ട്, ചിരിയുടെ ഒപ്പം കണ്ണീരുണ്ട്. ഗൗരിയിലേക്ക് വന്നാൽ, ഇപ്പോൾ താങ്കൾ അഭിനയിച്ച ഒരു പാട്ടൊക്കെ, സിനിമയിലെ ഒരു പാട്ടൊക്കെ ഓൾറെഡി ഹിറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിലറും ടീസറും നല്ല രീതിയിൽ തന്നെ റീച്ച് പോയിട്ടുണ്ട്.
എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം? അതെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കഥയിൽ തന്നെ പലതും ഉണ്ട്. സുബീഷേട്ടൻ എപ്പോഴും പറയും കഥയാണ് ഇതിൻ്റെ ഹീറോ. ആ ഒരു വൺ ലൈനിൽ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും ഹുക്കാവും. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ ഫേസിൽ ഓക്കെ എന്താണ് ആ ക്യൂരിയോസിറ്റി, പിന്നെ ആ ഒരു വൺ ലൈനിൽ തന്നെ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉള്ളപ്പോൾ എനിക്കും കിട്ടിയ ഒരു ക്യാരക്ടർ ഒരു ആശാ വർക്കറിൻ്റെ ഒരു ക്യാരക്ടർ. ഇതുവരെ ഒരു നാടൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നല്ലോണം തന്നെ ചെയ്യണം, അതിന് നമ്മൾ നീതി പുലർത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്കെപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴാണ് നമുക്കൊരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ഇത്രയും നല്ലൊരു കാസ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ ലാൽ സാറുണ്ട്, അങ്ങനെ സാറ് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ കൂടെ ഒരു ഹീറോ ഹീറോയിൻ അതില്ലാതെ എല്ലാവരും ഒരു ക്യാരക്ടേഴ്സായി മാറി ഈ കഥ എത്തണം. ബിക്കോസ് അത്ര എൻഗേജിങ് ആണ്. ഏത് ലാംഗ്വേജിലും ഏത് എന്താ പറയുക വേൾഡിലെ ആര് കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ളൊരു, ഇപ്പോൾ പ്രദീപൻ്റെ ക്യാരക്ടർ, സുബീഷേട്ടൻ്റെ ക്യാരക്ടർ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ സിമ്പത്തൈസ് ചെയ്യും പുള്ളിയുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പുള്ളി ഗോ ത്രൂ ചെയ്യുന്ന പലതും നമ്മൾ കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു സിനിമയിലാണ് എനിക്ക് കഥയാണ് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തത്. അതിലിപ്പോൾ പറഞ്ഞ ആശാ വർക്കറുടെ റോളാണ് അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ, ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർമാർ, ഇവരോടൊന്നും അധികം ചർച്ച ചെയ്യാത്ത കുറച്ച് നമ്മുടെ നാട്ടിലെ ജോലിക്കാരാണ് അധികം ചർച്ച ചെയ്യാത്ത. അപ്പോൾ ഒരു ആശാ വർക്കറുടെ റോൾ ഏറ്റെടുക്കുമ്പോൾ കോവിഡ് സമയത്തൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നാൽ പോലും മറ്റ് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ചർച്ച ചെയ്യുമ്പോൾ അവരോടൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല. ഒരു ആശാ വർക്കറുടെ റോൾ ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്, എന്തൊക്കെ എക്സസൈസ് ആണ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത്? അതെ, പറഞ്ഞ പോലെ കൊറോണ ആ സമയത്താണ് എനിക്കും ഒരു ആശാ വർക്കർ ആരാ എന്ന് എനിക്ക് മനസ്സിലായത്. പേഴ്സണലി ഞാൻ കോവിഡ് വന്ന് ക്വാറന്റീൻ ആയിരുന്ന സമയത്ത് വൈക്കത്ത് എൻ്റെ അമ്മയുടെ വീട് വൈക്കാണ്. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് അങ്ങനെ സ്റ്റക്കായി പോയി. പക്ഷെ ആശാ വർക്കേഴ്സ് മാത്രമാണ് നമുക്ക് എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് അന്ന് എനിക്ക് ഇപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറെ കൂടെ അവരുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ ആ സമയത്ത് തന്നെ എനിക്കൊരു ജെനുവിൻനെസ് എനിക്ക് ഫീൽ ചെയ്തു. അവർ ഓരോ ചെക്കപ്പിൻ്റെ സമയത്തും അല്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ആ സമയത്ത് ചുറ്റുപാടെല്ലാവരും പേടിപ്പിക്കുകയല്ലേ, പോസിറ്റീവ് ആണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർ പറയുന്ന എല്ലാത്തിനും ഞങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സേഫായിട്ട് അവർ നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചു. ആൻഡ് ഞങ്ങൾ ചെന്നൈയിലാണ്, പക്ഷെ ഞങ്ങൾ അവിടുത്തെ ഒരു ആൾക്കാരും അല്ല അവരുടെ മൈൻഡിൽ. പക്ഷെ ആ ഒരു ഹെൽപ്ഫുൾ നേച്ചർ എനിക്ക് അന്നേ ആശാ വർക്കേഴ്സ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു സിനിമ കഴിഞ്ഞ് കുറേ ആശമാരെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ ജീവിതം മനസ്സിലാക്കാൻ പറ്റി. ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ നേരിടുന്ന പലതും അവർ ഹാപ്പിയാണ്. ശമ്പളം കുറവാണ്, പക്ഷെ അവർ അതൊന്നും അല്ല നോക്കുന്നത്. അവരതിലും ദേ ലുക്ക് ഫോർ സംതിങ് ബിയോണ്ട് ദാറ്റ്. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ സെൽഫ് റിലയൻറ്റ് ആയിരിക്കണം. ഓരോ ഗ്രാമത്തിലും ഓരോ വാർഡിലും ഒരു ആശാ വർക്കർ ഉണ്ട്. അവർക്കതൊരു പവറാണ്. അവർക്കത് എൻജോയ് ചെയ്താണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരുടെ മക്കളെ പറ്റി സംസാരിക്കുമ്പോഴും വളരെ പ്രൗഡാണ് അവർ. എനിക്ക് തോന്നുന്നു ആസ് എ വുമൻ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ടു സീ ദാറ്റ് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി റിച്ച് ആയിരിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു പവർ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ള പല തോട്ട്സ് പേഴ്സണലി എനിക്ക് ബ്രേക്ക് ആയത് നമ്മുടെ ചെറിയ ജീവിതത്തിൽ പോലും വി ക്യാൻ ഹാവ് ഏജൻസി ഓവർ വാട്ട് യു വോണ്ട് ടു ഡു. ഇപ്പോൾ 55 വയസ്സിലൊരു സ്ത്രീക്ക് ഒരു ആവശ്യമില്ല നടന്ന് കഷ്ടപ്പെട്ട്. ഈ പാട്ടിലും ഞങ്ങൾ അതാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു മുഷിപ്പ് ഞങ്ങളത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കംഫർട്ട് ലൈഫിൻ്റെ ഉപരി ദേ വോണ്ട് ടു ബി കണക്റ്റഡ് ടു ദ പീപ്പിൾ. ആ ഒരു ജനങ്ങളുടെ ഒരു കണക്റ്റാണ് ആശാസ്. സോ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഒരു ആശയായിട്ട് വർക്ക് ചെയ്യാൻ, അഭിനയിക്കാൻ പറ്റിയത്. അതിനുശേഷം ഏതെങ്കിലും ട്രെയിലർ ടീച്ചറൊക്കെ കണ്ടതിന് ശേഷം ഏതെങ്കിലും ആശാ വർക്കർമാരുടെ രീതിയിൽ റെസ്പോൺസോ കാര്യങ്ങളോ? അതെ, ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ കമന്റ് ബോക്സിലും മിക്കതും ആശമാര് തന്നെയാണ്. ഞങ്ങൾ അവരെ കാണിച്ചു. ഈ സിനിമ ഒരു 38ഓളം ആശാ വർക്കേഴ്സിന് കാണിച്ചു. അവര് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. അവരെല്ലാരും പുള്ളിക്കാരിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അതെ, അവരുടെ ജീവിതം അത്രയും നല്ലോണം റെപ്രസെന്റ് ചെയ്തു. അത് കേട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
നമ്മുടെ ചുറ്റുപാടും ഉള്ള ഒരു ലൈഫാണല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അഭിനയിച്ച് ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവര് തന്നെ കണ്ട് ശരിയാണ് കാണിച്ചിരിക്കുന്ന മാനറിസംസും പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന പലതും ആണെന്ന് പറയുമ്പോൾ ഒരു ഹൈ കിട്ടി. ഒരു അഭിനേതാവിനെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അതെ അതെ ശരിക്കും. അതിനും കൂടുതൽ ഇപ്പം ഈ സിനിമ തിയേറ്ററിലെ ആൾക്കാർ എന്തായാലും കയറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷെ പേഴ്സണലി എനിക്ക് അവിടെ തന്നെ എൻ്റെ പകുതി എന്താ പറയുക ഒരു ടെസ്റ്റ് പാസ്സായ പോലെ. ഇപ്പോൾ സാർ പറഞ്ഞ സുബീഷ് സുധി എന്നൊരു ആക്ടർ സാറിൻ്റെ ക്ലാസ്മേറ്റ്സിലൂടെ രംഗത്ത് വന്നു. 17 വർഷമായി അയാൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. മലയാള സിനിമ സുബീഷ് സുധീനെ കൃത്യമായി ഉപയോഗിക്കാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ നമുക്കിപ്പോൾ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാനോ ആവശ്യപ്പെടാനൊന്നും പറ്റില്ല. സുബീഷ് സുധി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നിലനിൽക്കേണ്ടത് മലയാള സിനിമയുടെയോ പ്രേക്ഷകൻ്റെയോ ആവശ്യമല്ല, അയാളുടെ ആവശ്യമാണ്. സുബീഷ് സുധി ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് അധ്വാനിക്കണം, അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ ശീലങ്ങൾ ഉണ്ടാക്കണം, കുറേ ശീലങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ 17 വർഷത്തെ ഈ കരിയറിൽ അത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് 17 വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടായത്. 17 വർഷം മുമ്പ് വന്ന പല ആർട്ടിസ്റ്റുകളും ഇന്ന് അപ്രസക്തരായി കഴിഞ്ഞു. 17 വർഷം മുമ്പ് അഭിനയിച്ചു തുടങ്ങിയ ആൾക്കാർ പലരും സിനിമയിൽ ഇല്ല ഇപ്പോൾ. പക്ഷേ സുബീഷ് അടുത്ത ഒരു സ്റ്റേജിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അയാൾ വളരെ തന്നെയാണ്, അയാളുടെ ശ്രമങ്ങൾ ഫലം കാണുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വർഷങ്ങളായിട്ട് സാറ് ക്യാമറേൻ്റെ പിന്നിലും മുന്നിലായിട്ടുണ്ട്. പിന്നിൽ തന്നെയാണ് ഭൂരിഭാഗം വെള്ളം നിൽക്കുന്നത്. മുന്നിലേക്ക് വന്നപ്പോഴും വളരെ ചെറിയ സമയങ്ങളിലെ റോളുകളാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ആ ഒരു പ്രസ്തുത? എന്തൊക്കെ സാറിന് കടമകളൊന്നും, കാരണം സാർ ഒരുപാട് പേര് അഭിനയിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഒരുപാട് പേരെ അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ മറ്റൊരാളെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അഭിനയിപ്പിക്കുന്നതും നമ്മൾ സ്വയം ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതും രണ്ടാണ്. ഏതാണ് ബുദ്ധിമുട്ട്? അറിയാത്ത പണി ഏതും ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ സംവിധാനം അറിയുന്നല്ല, എന്നാലും അത് ഈ എന്താ പറയണ്ട നിത്യാഭ്യാസി ആനയെടുക്കുന്നു പറഞ്ഞ പോലെ ഉണ്ട്. സംവിധാനം കുറേ സിനിമകളിൽ കുറേ പ്രഗത്ഭരുടെ കൂടെ വർക്ക് ചെയ്തു, അത് പഠിച്ചു, പിന്നെ അത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. ആക്ടിങ്ങിന് ബേസിക്കലി ഒരു ജന്മസിദ്ധമായിട്ടുള്ളൊരു സ്കില്ല് ആവശ്യമുണ്ട്. ഇപ്പം ആ സ്കില്ല് ഇല്ലാത്ത ഒരാൾക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അറിയുന്ന ആൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ശരിക്കും ആ സ്കില്ലുള്ള ആൾക്ക് ഇത് ചിലപ്പോൾ എളുപ്പമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമുള്ളൊരു പണിയല്ല. ഇത് ചെയ്യാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുമ്പോഴേക്കും ദിലീപിൻ്റെ ഒരു 50 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ ആണ് ഒരു ആക്ടറുടെ പോക്ക്. ആ 50 സിനിമയിൽ അദ്ദേഹം മിനിമം ഒരു 25 സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാനപ്പോഴും 10 ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു ആക്ടർ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിനയിക്കാനുള്ള ഒരു കോള് വരുമ്പോൾ ഞാനത് സ്വീകരിക്കാൻ തുടങ്ങി. കാരണം ഒരു ആക്ടറായിട്ട് ഒരു സിനിമയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഒരു സെറ്റിലേക്ക് നമുക്ക് ഒരു ഫ്രീ വിസ കിട്ടുകയാണ്. നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കാം, മോണിറ്ററിൻ്റെ പുറകിൽ പോയിരിക്കാം, നിങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം, പുതിയ ഡയറക്ടർ എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യുന്നതെന്ന് കാണാം, അത് എൻ്റെ ചെയ്തിയുമായിട്ട് എന്ത് തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ പഠനം നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരിയറിൻ്റെ വളർച്ചയിൽ നിൽക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് സംവിധാനത്തിൽ. അപ്പോൾ ഒരു സംവിധായകനായിട്ട് തന്നെ മരിക്കുന്നത് വരെ സിനിമകൾ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബേസിക്കലി ഞാൻ സംവിധായകൻ തന്നെയാണ്. അപ്പോൾ ആ ജോലിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഇങ്ങനെ മാത്രമേ എനിക്കൊരു മറ്റൊരു സെറ്റിൽ ഇനി പോയി നിൽക്കാൻ പറ്റില്ല. എനിക്കിനിപ്പോൾ ഒരു ഡയറക്ടറെ പോയിട്ട് ഒരു പുതിയ ഡയറക്ടറെ അടുത്ത് തന്നെ അസിസ്റ്റൻ്റ് ആക്കാനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിലൊരു റോള് കിട്ടിയാൽ അദ്ദേഹം എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഒരു സെറ്റ് നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ഷോട്ടുകൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് എന്താണ് അദ്ദേഹം ചെയ്യുന്നതിലുള്ള മാറ്റം, ഇത്തരം ഒരു പഠനത്തിനുള്ള ഒരു അവസരം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഇതിന് എനിക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും ഞാനൊരു ആക്ടറാകുമ്പോൾ. ആ എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാവുന്നത് എൻ്റെ ഈ ഒരു പഠനം നടക്കും എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഗൗരി ഇതിനോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, മലയാളം എന്നുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ പറഞ്ഞ പോലെ ഈ കഥ കേട്ടപ്പോഴാണ് എന്നെ നിസാമിക്കയാണ് വിളിച്ചത്. ഈ ഒരു ആശയുടെ ക്യാരക്ടറാണ്. പലവരെയും അപ്രോച്ച് ചെയ്തിട്ട് അവരെടുക്കാതെ എനിക്ക് വന്ന ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ കഥയിൽ എനിക്കത് ഭയങ്കര ഇന്നായി. അതുകൊണ്ട് ഇതിൽ ഭാഗമാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള മലയാള സിനിമ പരിശോധിച്ച് നോക്കിയാൽ മലബാറിൽ നിന്നുള്ള സിനിമകൾ, പ്രത്യേകിച്ചും വടക്കൻ മലബാറിലുള്ള സിനിമകൾ അധികമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലറുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ സ്ലാങ്ങുകളും കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്തേക്ക്, അത്തരത്തിലൊരു സ്ലാങ്ങിലേക്ക് ഈ സിനിമ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ പൂർണ്ണമായിട്ടും തോന്നില്ല. അപ്പോൾ ആ സ്ലാങ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ കാര്യങ്ങളുണ്ടായിരുന്നോ? അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി കണ്ണൂരുകാരിയാണ്. അപ്പൊ എനിക്ക് അവളുടെ വീട്ടിൽ പണ്ടോട്ടെ പോകുമ്പോ പോലും അവര് ഇപ്പൊ പീടിയെ പോയിട്ട് വാ, അല്ലെങ്കിൽ വെച്ചിനി പോയിനി എന്നൊക്കെ പറയുമ്പോ എനിക്കത് ഇങ്ങനെയാണോ. കണ്ണൂര് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് കാഞ്ഞങ്ങാട് ചില മലയാളം മനസ്സിലാവുന്നില്ലായിരുന്നു സത്യം പറഞ്ഞ. പക്ഷെ എന്നെ കാസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പോൾ വടക്കൻ കേരളം ഫുൾ സ്ലാങ് പിടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെക്കാളും നല്ലോണം ജസ്റ്റിസ് ആയിട്ട് ചെയ്യുന്ന വേറെ പല നല്ല ആക്ടേഴ്സ് ഉണ്ടാവും. ബിക്കോസ് ഞാനത് പഠിച്ച് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഫോഴ്സ്ഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സ് അവരെടുത്ത ചോയ്സ് ഇതായിരുന്നു, ന്യൂട്രലായിട്ട് തന്നെ എടുക്കാം, പക്ഷെ ആ ബെൽറ്റ് നടക്കുന്ന ഒരു കഥ പോലെയാണ്. അപ്പൊ ചെറിയ ടച്ചസ് ആ ലാംഗ്വേജിന്റെ ചെറിയ ടച്ചസ്. എന്റെ ക്യാരക്ടറും കഥാപരമായിട്ട് അയാള് അവിടെ വന്ന് താമസിക്കുന്ന ഒരാളാണ്. പിന്നെ കേരളം മുഴുവൻ ഈ കേസും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് വടക്കനാണ്. അപ്പോൾ ചെറിയ ആ സ്ഥലത്ത് ജീവിക്കുന്നതിൻ്റെ ചെറിയ ചെറിയ ടച്ചസ് കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഭയങ്കര റിലീജിയസ് ആയിട്ട് ആ സാധനത്തിനെ ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത്. അതെ അതെ. ഡബിങ്ങില് പക്ഷെ നോർമൽ മലയാളം സിനിമ ഡബ് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടെ ടൈം ആ ഫ്ലോയിൽ ഇപ്പൊ ചിലത് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, പക്ഷെ ചില വേർഡ്സിലുള്ള സ്ട്രെസ് നാച്ചുറൽ ആയിട്ടാണ് വടക്കൻ കേരളത്തിൽ സംസാരിക്കുന്നവർ. ഇപ്പൊ നമ്മൾ അത് ആലോചിച്ച് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഇപ്പൊ തൃശ്ശൂർ ഭാഷ നമ്മൾ കൊളാക്കി പറയുമ്പോൾ ആൾക്കാർക്ക് അപ്പം മനസ്സിലാവില്ലേ. അപ്പൊ അങ്ങനെയും ആ ഒരു ഫൈൻ ബാലൻസ് നമുക്ക് അത് പിടിക്കണമായിരുന്നു. ഇതിൻ്റെ ടീസറിൽ ഉൾപ്പെടെ ഒരു സറ്റർ സ്വഭാവമാണ് സിനിമ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലേക്ക് കൂടി വരുമ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേരിലേക്ക് കൂടി വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന രീതിയിലേക്ക് ഈ സിനിമ പോയിട്ടുണ്ടോ? സറ്റയറാണ്, പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയാൻ പറ്റില്ല. സറ്റയറിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതിന്. ഒരു ഗവൺമെൻറ് പദ്ധതി, രാജ്യത്തിൻ്റെ നന്മ ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു ഗവൺമെൻറ് പദ്ധതി എപ്പോഴൊക്കെയോ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് സാധാരണക്കാരൻ അതിൻ്റെ ബലിയാടാവേണ്ടി വരുന്നുണ്ട്. അത്തരമൊരു വിഷയം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഭയങ്കര രാഷ്ട്രീയ വിമർശന നാടകമൊന്നുമല്ല. ഇതിൽ ഒരു പദ്ധതി റോങ് ഹാൻഡ്സിൽ ചെന്ന് വിട്ടിട്ട് അത് റോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നേരിടേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചില വിമർശനങ്ങളൊക്കെ വന്നേക്കാം, അത്രയേ ഉള്ളൂ. ഈ പോപ്പുലേഷൻ കൺട്രോള് എന്നുള്ള കാര്യം ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഉൾപ്പെടെ സെക്സ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ പഠിപ്പിക്കണമെന്നുള്ള ചർച്ച വരുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാസിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്, ഒരു മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു സിനിമ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും അങ്ങനൊരു മുൻകൈ എടുത്തതുപോലെ ഈ സിനിമ അങ്ങനൊരു മുൻകൈ എടുക്കുന്നുണ്ടോ ഈ സിനിമ?
അതെ അതെ തീർച്ചയായിട്ടും. അത് ഞങ്ങൾ ടീസർ മുതൽ ഞങ്ങളുടെ ഇനിഷ്യൽ പോസ്റ്ററിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ ഫോണ്ടിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ, അപ്പോൾ ഞങ്ങളത് മെറ്റഫോറിക്കലി പലതും കൺവേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് പ്രീച്ചിങ് പോലെ അല്ലാതെ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പിള്ളേർ വളരുമ്പോൾ പല ചോദ്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങൾ അച്ഛനമ്മമാരോട് ചോദിക്കുമ്പോൾ അതെന്തിനാ നീ ചോദിക്കണേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ വീട്ടിലൊരു സേഫ് സ്പേസ് ആദ്യം ക്രിയേറ്റ് ആവണം അവരുടെ. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെതായ ഒരു എഡ്യൂക്കേഷൻ പേരൻസിനും നമ്മളാരും പഠിപ്പിക്കുന്നില്ല. അതാരെയും കുറ്റം പറയാനും പറ്റൂല. സ്കൂളിലാണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നത് ചാപ്റ്റർ, ബയോളജി ടീച്ചർ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, മെൻസ്ട്രുവേഷൻ, അങ്ങനത്തെ ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പല ടോപ്പിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ചുറ്റും ഒരു അവയർനെസ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഈ സൊസൈറ്റിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ഇപ്പം പാട്ടിൽ തന്നെ എൻ്റെ ക്യാരക്ടർ, എൻ്റെ പ്രായം ഒരു 24-25 ഇയർ ഓൾഡ് ആശാ വർക്കറാണ്. എന്നാൽ പോലും ആ കോണ്ടം പാക്കറ്റ് ഞാൻ കൊടുക്കുന്ന കുറച്ചൊരു ചമ്മിയാണ് കൊടുക്കുന്നത്. ബിക്കോസ് ആ നാട്ടിൻപുറത്ത് ഇപ്പോഴും അതാണ്. പക്ഷെ അത് പതുക്കെ മാറണം. പക്ഷെ ഇതിൽ ഞങ്ങളൊരു ഹ്യൂമറസ് ആയിട്ടും അത് തന്നെ ബലൂണാക്കി പിള്ളേർ കളിക്കുന്നതും കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ്ലി നിസാമൊക്കെ ഇപ്പോൾ എഴുതിയപ്പോൾ തന്നെ അങ്ങനെ മോണ്ടാജസ് പോലും ആലോചിച്ച് ഓർഗാനിക്കലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമയിൽ കൂടെ അത് തന്നെയാണ് പറയുന്നത്. ഇതിനൊരു there's nothing bad about it. ഫാമിലി പ്ലാനിങ് അല്ലെങ്കിൽ പല കാര്യങ്ങളും സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെല്ലാവരും സംസാരിച്ച് നോർമലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ടീസറായാലും പോസ്റ്ററായാലും എല്ലാ കാര്യങ്ങളും നോക്കിയാൽ എല്ലാ വിഭാഗം ഓഡിയൻസിനെയും തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നുന്നുണ്ട്. അവിടെ എല്ലാം സംസാരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുണ്ട്, ഒരു മുതിർന്നവരുണ്ട്, മധ്യവയസ്കരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗം ആടെയും അത്തരത്തിലൊരു സിനിമ തന്നെയാണോ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം? തീർച്ചയായിട്ടും ഇത് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സിനിമയായിരിക്കും, നിങ്ങളെ എൻഗേജ് ചെയ്യിക്കുന്ന സിനിമയായിരിക്കും. അത് തർക്കമൊന്നുമില്ല. കാരണം പിന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നിക്കുന്ന ഒരു വിഷയമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിരിച്ചു പോകുന്ന ഒരു എലമെൻ്റ് ഉണ്ട് ഇതിൽ. അതേസമയം അത് മറ്റുള്ളവർക്ക് ചിരിയും അനുഭവിക്കുന്ന വിക്ടിമായ ആൾക്ക് സങ്കടവും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഉണ്ട്, കണ്ണീരും ചിരിയും ഉണ്ട്. ഗൗരി ഒരു ജേർണലിസം വിദ്യാർത്ഥി കൂടിയായിരുന്നു. ആക്ടിവിസത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമകൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നതിൽ കുറച്ചും കൂടി ബോധേഡാവാറുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി അറിവ് കംപ്ലീറ്റ്ലി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞു, ആശാ വർക്കേഴ്സിനെ അവരാരാണെന്ന് അറിയായിരുന്നു, പക്ഷെ എന്താണ് അവരുടെ സൊസൈറ്റിയിലുള്ളൊരു സ്റ്റാൻഡ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ജേർണലിസം പഠിച്ച സമയത്ത് ഉള്ളൊരു എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ത്വരയുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിൽ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഓരോ തീരുമാനങ്ങൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രം ആലോചിച്ച് സിനിമ എടുക്കുന്നത് അത് നമുക്കെപ്പോഴും ചിലപ്പോൾ അത് പാളാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പക്ഷെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ ഒരു ടു മേക്ക് എ പോയിന്റ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രോപ്പഗേറ്റ് ആവുന്ന കുറേ ഫേക്ക് ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ചാ വിഷയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ താങ്കൾ എന്താണ് ഇത്ര ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അക്യൂസേഷൻസ് പലപ്പോഴും സെലിബ്രിറ്റീസിന് കിട്ടാറുണ്ട്. പക്ഷെ അതൊരു പ്രഷറായിട്ട് നമ്മൾ ഹാഫ് ഇൻഫർമേഷൻ അറിയാണ്ട് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഗെൻസ്റ്റാണ് ഞാൻ. ചില കാര്യങ്ങൾ എനിക്ക് ടോട്ടലായിട്ടൊരു ഒപ്പീനിയൻ ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയാതിരിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടായിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും, ബിക്കോസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു സ്പ്രെഡ് ഓഫ് ഫാൾസ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ സാറ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പുതിയ സിനിമകൾ പുതിയ ആളുകളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ കൂടി പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഈ സിനിമയും? തീർച്ചയായിട്ടും ഇപ്പം ആ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല ഇവർ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു പേഴ്സ്പെക്റ്റീവ് കാണാനുള്ള ഒരു അവസരമാണ്.
അല്ലെങ്കിൽ മറ്റൊരു സംവിധായകൻ അയാളുടെ സ്ക്രിപ്റ്റ് തന്നെ കാണിക്കേണ്ട കാര്യമില്ല. ഞാനിതിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നതും ഞാനത് വായിച്ചതും ഞാൻ അവർ പറയുന്നതൊക്കെ കേട്ടതും. അപ്പം നമ്മൾ കേൾക്കുന്ന ഒരു കഥയ്ക്ക് എൻ്റേളി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ആംഗിൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടാണ്. മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ ഒരു കാലത്ത് തിരക്കഥ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ലോഹിതദാസ്, ശ്രീനിവാസൻ അവരെ പോലെ ഫുൾ ടൈം തിരക്കഥാകൃത്തുക്കളായുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ആളുകൾ കുറവാണ്. തിരക്കഥ എഴുതുന്ന ആളുകൾ തന്നെ സംവിധാനവും ചെയ്യുന്നു. ഒരു തിരക്കഥാകൃത്തുക്കളുടെ കുറവ് ഇപ്പോൾ മലയാള സിനിമയിലുണ്ടോ? ഒരു കുറവില്ല. അതായത് ഞാൻ ഇപ്പം ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത് വാട്സപ്പ് കോളുകളിൽ, വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജുകളായിട്ട് തിരക്കഥാകൃത്തുക്കളുടെ മലവെള്ളപ്പാച്ചിലാണ്. ഞാൻ ഒരു 5 വർഷം മുമ്പ് 100 പേരുടെ തിരക്കഥ കേട്ടു. ഒരു 2 ആഴ്ച അതിനു വേണ്ടി മാത്രം ഇരുന്നിട്ട്. എനിക്ക് അതിൽ നിന്ന് ഒരാളെ കിട്ടിയത്. പക്ഷെ ആളുകൾ തിരക്കഥ രചനയിലേക്ക് സീരിയസ് ആയിട്ട് കടന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ തിരക്കഥയായിട്ട് എൻ്റെ വീട്ടിൽ ഒരു 100-ലധികം തിരക്കഥ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ കൊടുത്തതും പോസ്റ്റലായിട്ട് അയക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ എഴുത്തുകാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും വിജയിച്ച ആളുകളെ തപ്പുമ്പോഴാണ് ആളുകളെ കാണാത്തത്. ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എഴുതിയ ഒരു സിനിമ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അയാളെ ഒഴിവാക്കും. പിന്നെ പുതിയ ആളെയും ട്രൈ ചെയ്യും, സക്സസ് ആയ ആളെയും ട്രൈ ചെയ്യും. ഒരു സിനിമ പരാജയപ്പെട്ട ആൾക്ക് അടുത്ത ഒരവസരം കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവില്ല. ആ സിനിമ പരാജയപ്പെട്ടതിന് അതിന് വേറെ പല റീസൺസ് ഉണ്ടാവും, വേറെ പല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അയാൾ എഴുതിയതുപോലെ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആളുകളെ അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ എഴുത്തുകാർ ഉണ്ട്. പക്ഷെ അന്വേഷിച്ച് കണ്ടെത്തണം. സിനിമ അറിയുന്ന ആളുകൾ അതിലുണ്ടോ, അല്ലെങ്കിൽ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരുണ്ടോ. എൻ്റെ 6 സിനിമകൾ എഴുതിയത് ആദ്യ തിരക്കഥ എഴുതിയ ആൾക്കാരാണ്. 6 പേര് എൻ്റെ സിനിമയിലൂടെ തിരക്കഥാകൃത്തുക്കളായി വന്നിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോകുന്ന 2 സിനിമകളുണ്ട്. 2 സിനിമകൾ ചെയ്യുന്നതും പുതിയ റൈറ്റേഴ്സാണ്. അതിന് പണിയുണ്ട്. അവരെ കണ്ടെത്തണം, അവരെ അംഗീകരിക്കണം, അവർക്ക് അവസരം കൊടുക്കണം, അവരെ ഗൈഡ് ചെയ്യണം. കാരണം ഇത് സാഹിത്യ പ്രവർത്തനമല്ല സിനിമാ തിരക്കഥ എന്ന് പറയുന്നത്. അതിനൊരു ടെക്നോളജിയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള സാഹിത്യമാണ്. അപ്പോൾ ആ ടെക്നോളജിക്കൽ നോഹോ അവർക്ക് കൊടുക്കുക എന്നുള്ള ബാധ്യത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനുണ്ട്. അല്ലെങ്കിൽ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഇവരുമായിട്ട് യോജിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക, ഒരു റൈറ്റർ ഉണ്ടാവുക. അപ്പോൾ അതിന് പുതിയ ആളുകളെ പരീക്ഷിക്കാത്ത ആളുകൾക്ക് അത് പറയാൻ അധികാരമില്ല, അവകാശമില്ല. അതുപോലെ തന്നെ ഗൗരിയിലേക്ക് 96 എന്ന സിനിമ, ആ സിനിമയിലൂടെ ഒരു ജാനു എന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഗൗരി എന്ന് പറഞ്ഞ ആക്ടർ എടുക്കുമ്പോൾ ആ കഥാപാത്രത്തെയാണ് ഓർമ്മയ്ക്ക് കൊടുത്തത്. ഈ സിനിമയിലൂടെ ആ ബാരിയർ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സിനിമയും ചെയ്യുമ്പോൾ ശ്രമമാണ്. അല്ല, ഗൗരി ഒരു ആക്ടിങ് പ്രൊഫഷനിൽ ശരിക്ക് ശിശുവാണ്. 10 സിനിമയുടെ പ്രായമായിട്ടേ ഉള്ളൂ, 10 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ബ്രേക്ക് ചെയ്യാനൊക്കെ ടൈം വരും. ബ്രേക്ക് ചെയ്യല് ഒന്നാമത് ഒരു നല്ല സ്റ്റാർട്ട് കിട്ടി ഗൗരിക്ക്. ഗൗരി എസ്റ്റാബ്ലിഷ്ഡ് ആയി ആദ്യത്തെ സിനിമയിൽ, അത് വലിയ കാര്യമാണ്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മീതെ പോകുന്ന ക്യാരക്ടേഴ്സ് വരണം. അതിന് നമ്മൾ ടൈമും കൊടുക്കണം. ആ സിനിമ തന്ന എക്സ്പീരിയൻസ് വലുതല്ലേ? ഇപ്പൊ കോമ്പിനേഷൻ സീനുകൾ ഇല്ലെങ്കിൽ പോലും വിജയ് സേതുപതി, തൃഷ എന്നീ ആക്ടർമാരോട് ആ സിനിമ എക്സ്പീരിയൻസ് വലുതല്ലേ? അഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ഡ്രീം ഡെബ്യൂ ആണല്ലോ. ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക് റിലീസായി 96. പക്ഷെ അപ്പൊ വന്നിരിക്കുന്ന രജനീകാന്ത് സിനിമയെക്കാളും ഒക്കെ ബുക്കിങ്സ് 96 ആണെന്ന്, അറ്റ്ലീസ്റ്റ് ഓപ്പണിംഗ് ഡേനാണെന്ന് അറിയുമ്പോൾ അത്രയും എനിക്കൊന്നും അതും ഈ സിനിമ പോലെ തന്നെ അതിൻ്റെ കഥയാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ജീവിതത്തിൽ മേ ബി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇഷ്ടമാണ് സിനിമയ്ക്കും കിട്ടിയത്, എനിക്കും കിട്ടിയത്. അത് എവർ ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ആ ഒരു ഐഡൻറ്റിറ്റി ഇനിയും ബ്രേക്ക് ചെയ്ത് അത് ജാനു മാത്രമല്ല ഞാനെന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ശ്രമത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറും പലരും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ട്.
സോ ഒരു ഓൺഗോയിങ് എഫേർട്ട് അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പത്തനംതിട്ട അടൂരാണ് സ്വദേശം, പക്ഷേ പഠിച്ചതും പുറത്തൊക്കെ ആയിട്ടാണ് വളർന്നതൊക്കെ. അടൂരിൽ നിന്ന് ഒരുപാട് സിനിമാക്കാരുണ്ടായിട്ടുണ്ട്, ലെജൻഡറി മുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നാട് എങ്ങനെയെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കണക്റ്റ് ഉണ്ട് വെക്കേഷന് പോകുന്നു, പക്ഷെ നാട് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത് ഐ എം പ്രൗഡ് ടു ബി എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ അടൂർ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാനവിടെ പഠിച്ചിട്ടും വളർന്നിട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ എൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു വഴിയിൽ ആണ് അറിയുന്നത് ആ നാട്. പിന്നെ പോകുമ്പോഴൊക്കെ ഓണം ഒരു പരിപാടിക്ക് എന്നെ വിളിച്ച് ഫെലിസിറ്റേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നത് എപ്പോഴും ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. പക്ഷെ അവിടുത്തെ ഒരു കൾച്ചർ എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്ന സിനിമയ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും. താങ്ക് യു സോ മച്ച്.